ഇനി നമ്മളെ സെക്കൻഡ് ചാപ്റ്ററാണ് ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ്. ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റിൽ വരുന്ന ടോപ്പിക്സുകളാണ് ഏതൊക്കെയാണെന്ന് വായിക്കാം. മീനിങ് ആൻഡ് ഡെഫിനിഷൻ, സിഗ്നിഫിക്കൻറ്റ് ഓഫ് ലോജിസ്റ്റിക്സ് ബിസിനസ്, കൺസെപ്റ്റ്സ് ഓഫ് ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ്, objectives of logistics management, elements of logistics management, logistics management versus supply chain management, integrated logistics, operating of objectives of integrated logistics. ഇനി നെക്സ്റ്റ് ലോജിസ്റ്റിക്സിൻ്റെ ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ ലോജിസ്റ്റിക്സ് എന്താണ്, അതിൻ്റെ ഡെഫിനിഷൻ, ബാക്കി കാര്യങ്ങളിലേക്ക് നമുക്ക് നോക്കാം. അപ്പം ഇതാണ് ഇൻട്രൊഡക്ഷൻ. അതായത് ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ബിസിനസ്സിന് എടുക്കുകയാണെങ്കിൽ ആ ബിസിനസ്സിൻ്റെ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഏരിയ. നമുക്കറിയാം, ഒരു ബിസിനസ് ചെയ്യുമ്പോൾ അതിൽ ഫിനാൻസ് ഉണ്ടാവും, പ്രൊഡക്ഷൻ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ HR യൂണിറ്റ്സ് ഉണ്ടായിരിക്കാം, പിന്നെ അതുപോലെ ഓപ്പറേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, അങ്ങനെ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സുകൾ ഉണ്ടായിരിക്കും. അപ്പം അതിൽ വരുന്ന മാർക്കറ്റിങ്ങിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെഗ്മെൻറ്റാണ് ഈ ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇപ്പം നമ്മൾ ഈ എമർജിങ് ട്രെൻഡ്സ് ഇൻ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിൽ ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ തന്നെയാണ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്. ഈ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റും കൂടിയാണ് ഈ ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ ലോജിസ്റ്റിക്സ് എന്താണെന്നുള്ളത് നമുക്കറിയണം. നമുക്ക് ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ആ ബിസിനസ്സിൽ ആദ്യം നടക്കുന്ന പ്രോസസ്സ് എന്താണ്? നമുക്ക് വേണ്ട കസ്റ്റമർ എന്ത് ചെയ്യും? ഗുഡ്സ് ആൻഡ് സർവീസസിന് വേണ്ടിയിട്ടുള്ള ഓർഡർ ചെയ്യും. അങ്ങനെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ കസ്റ്റമറെ ഓർഡർ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ആ ഓർഡർക്ക് നമ്മൾ പ്രോഡക്റ്റ്സ് സപ്ലൈ ചെയ്യും. ആ പ്രോഡക്റ്റ് സപ്ലൈ ചെയ്യുന്ന അവിടെയാണ് ലോജിസ്റ്റിക്സിൻ്റെ ആ ഒരു പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രോഡക്റ്റിനെ അയാളിലേക്ക് എത്തിക്കുന്ന സമയത്ത് വരുന്ന കാര്യങ്ങൾ, അതായത് ആ പ്രൊഡക്റ്റിന് ലാബിൽ ചെയ്യുക, അല്ല പ്രൊഡക്റ്റിൻ്റെ പേര് നമ്മൾ ഒട്ടിക്കുക, അതിൻ്റെ ട്രേഡ് നെയിം എന്താണെന്നുള്ളത് നമ്മളതിൽ ഒട്ടിക്കുക അല്ലെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യുന്ന രീതിയിൽ വെക്കുക. അതുപോലെ തന്നെ അതിന് കറക്റ്റായിട്ട് പാക്ക് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? നമുക്കറിയാം, ചില പ്രോഡക്ട്സിൻ്റെ പാക്കിങ് തന്നെ എന്താണ്, ഹൈലി അട്രാക്റ്റീവാണ്. എന്ന് വെച്ചാൽ നമുക്ക് ആ പ്രോഡക്റ്റ് കാണുമ്പോൾ തന്നെ അതൊന്ന് വാങ്ങിയിട്ട് നോക്കട്ടെ എങ്ങനെയുണ്ട് എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള പാക്കിങ് വരേക്കും ഉണ്ട്. ഇപ്പോൾ നമുക്ക് ചെറിയ കുട്ടികളൊക്കെ ഏറ്റവും കൂടുതൽ സജസ്റ്റ് ചെയ്യുന്നൊരു മിഠായിയാണ് കിൻഡർ ജോയ്. നമുക്കറിയാം അത്രയും കോസ്റ്റ്ലിയും കൂടിയാണത്. പക്ഷേ അങ്ങനെ ഒരു മിഠായി ഉണ്ടെങ്കിൽ പോലും നമ്മൾ കുറച്ചുകൂടി മുതിർന്ന ആളുകളാകുമ്പോൾ നമുക്ക് തുറന്നു നോക്കില്ല, കുട്ടികളെ പറ്റിക്കാനായിട്ട് നമ്മൾ പറയും ചെറിയൊരു ടോയ്, കുറച്ച് ചോക്ലേറ്റ്സ് ഉണ്ടായിരിക്കും. പക്ഷെ അതേ ക്യാഷ് കൊടുത്ത് നമ്മൾ സ്റ്റിക്കേഴ്സ് വാങ്ങിയാൽ എന്തെങ്കിലും തിന്നുന്നായി അല്ലേ? അതാണ് ആ ഒരു ഡിഫറൻസ്. അപ്പോൾ പാക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ഒരു അട്രാക്ഷനാണ് അത് ചെയ്യുന്നത്. ഈ ഒരു ഡാമേജും കൂടാതെ എന്ത് ചെയ്യണം? ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കയറ്റുമ്പോഴും അതേപോലെ തന്നെ അൺലോഡിങ് ചെയ്യുന്ന സമയത്തും ഈ പ്രോഡക്റ്റ് നമ്മൾ തിരിച്ചിറക്കുന്ന സമയത്താണെങ്കിലും ഇത് ഹാൻഡിൽ ചെയ്യുമ്പോഴും ഇതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്ന സമയത്തൊക്കെ ആണ് എന്തിൻ്റെ റോള് വരുന്നത്? ലോജിസ്റ്റിക്സിൻ്റെ റോള് വരുന്നത്. അപ്പം ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ആ ഒരു കസ്റ്റമറിലേക്ക് എത്തുന്ന ആ ഒരു ബണ്ടിൽ ഓഫ് ഗുഡ്സ് എത്തുന്ന ആ ഒരു ഫൈനൽ പ്രോസസ്സ് വരേക്കുമാണ് ഈ ഒരു ലോജിസ്റ്റിക്സിൻ്റെ ഒരു റോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട്. ശരിക്കും പറഞ്ഞാൽ ലാസ്റ്റ് സ്റ്റേജാണ് ശരിക്കും ലോജിസ്റ്റിക്സിൻ്റെ റോൾ വരുന്നത്. പിന്നെ ഡിഫറെൻറ്റ് ഡെഫിനിഷൻസ് ഉണ്ട്, ഒരുപാട് ഡെഫിനിഷൻസ് ഉണ്ട്. കൂടുതൽ ഡെഫിനിഷൻസ് പഠിച്ചു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ വരും. ഞാൻ നല്ല 2 ഡെഫിനിഷൻസ് നിങ്ങൾക്ക് പറഞ്ഞു തരാം, നോക്കുക. അതാണ് ഒരു എന്താ പറയുക, ഈ ശരിക്കും ഈ ലോജിസ്റ്റിക്സ് എന്നുള്ള വാക്ക് പറയുന്നത് ഈ മിലിറ്ററി കൺസെപ്റ്റായിട്ടാണ് പറയുന്നത്. അങ്ങനെ ഈ മിലിറ്ററി കൺസെപ്റ്റായിട്ട് പറയുന്ന സമയത്ത് ഈ ബാറ്റിൽ ഫീൽഡ് പറയില്ല, അതായത് യുദ്ധം നടത്തുന്ന ആ ഒരു മൈതാനം, ആ ഒരു സ്ഥലത്ത് ഈ ഒരു എന്താ പറയുക, ലോജിസ്റ്റിക്സിന് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ എന്ന രൂപത്തിൽ അവർ പറയുന്നതാണ്. അപ്പോൾ അതായത് ഈ
യുദ്ധം ചെയ്യുന്ന സമയത്തും ഈ മാർക്കറ്റിംഗ് ചെയ്യുന്ന സമയത്ത് അതായത് അവിടെ വരുന്ന കസ്റ്റമേഴ്സിനെ നമുക്ക് പ്രോഫിറ്റബിളോട് കൂടിയിട്ട് തന്നെ നമുക്ക് പ്രോഡക്ട്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്യുന്ന ലോജിസ്റ്റിക്സിൻ്റെ ഒരു ഇക്വേഷനാണ് നിങ്ങൾ കാണുന്നത്. ഇൻബൗണ്ട് ലോജിസ്റ്റിക്സ് പ്ലസ് മെറ്റീരിയൽ മാനേജ്മെൻറ്റ് പ്ലസ് ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഈസ് ഈക്വൽ ടു ലോജിസ്റ്റിക്സ്. ഇനി അതിൽ ഓരോന്നും എന്താണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് ഇൻബൗണ്ട് ലോജിസ്റ്റിക്സ്. ഇൻബൗണ്ട് ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സപ്ലയറിൽ നിന്നും പ്രോഡക്ട്സ് മൂവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻബൗണ്ട് ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സെക്കൻഡ് വണ്ണാണ് മെറ്റീരിയൽ മാനേജ്മെൻറ്റ്. മെറ്റീരിയൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്ഥാപനത്തിൻ്റെ അകത്ത് നിന്ന് എന്ത് ചെയ്യാണ്, മെറ്റീരിയൽസ് മൂവ് ചെയ്യുമ്പോഴുള്ള എന്താ പറയുക കെയർഫുൾ അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് എന്ത് സെക്കൻഡ് വൺ ആയിട്ടുള്ള മെറ്റീരിയൽ മാനേജ്മെൻറ്റ്. നെക്സ്റ്റ് തേർഡ് വൺ ആണ് ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ. ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഗുഡ്സിൻ്റെ മൂവ്മെൻറ്റ് എവിടെയാണ്, കസ്റ്റമറിലേക്ക് ഔട്ട്വേർഡ് ഫ്രം ദ എൻഡ് ഓഫ് ദ അസംബ്ലി ലൈൻ ടു ദ കസ്റ്റമർ. അതായത് നമ്മളെ പ്രോഡക്ട്സ് നമ്മളെ സ്ഥാപനത്തിൽ നിന്നും ഇറങ്ങിയതിൻ്റെ ശേഷം തൊട്ടിട്ട് കസ്റ്റമറിൻ്റെ പ്രോഡക്റ്റ് എവിടുന്ന് നമ്മളെ ഓർഗനൈസേഷനിൽ നിന്ന് ഇറങ്ങി ലോറിയിലേക്കോ അല്ലെങ്കിൽ വാഗ്നറോ എങ്ങനെ വെച്ചാൽ അതിലേക്ക് വെച്ചതിന് ശേഷം ആ ഗുഡ്സ് കസ്റ്റമറിലേക്ക് എത്തുന്നത് വരേക്കുള്ള ആ ഒരു മൊമെൻറ്റിനാണ് ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുക. അപ്പം ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റിൻ്റെ ഒരു ഡെഫിനിഷനാണ്. നിങ്ങൾ ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ് റിലേറ്റ് ചെയ്തിട്ട് ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാലും ഞാൻ ഈ പറയുന്ന ഈ ഡെഫിനിഷൻ ഈ നമ്പർ 5 ഈ ഒരു ഡെഫിനിഷനാണ് നിങ്ങൾ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്. ഈ ഡെഫിനിഷനാണ് നിങ്ങൾ പഠിക്കേണ്ടത്. എന്നിട്ട് ഈ ഡെഫിനിഷൻ പഠിക്കാൻ പറ്റില്ലെങ്കിൽ ഇതിൻ്റെ കണ്ടൻറ്റ്സ് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ അത് എഴുതിയാലും മതി. ഇത് പ്രോപ്പറായിട്ട് ഇതുപോലെ തന്നെ നിങ്ങൾക്ക് എഴുതാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ. അപ്പം ഈ ഒരു ഡെഫിനേഷൻ എഴുതിയിട്ട് നിങ്ങൾ ഇതിന്ന് ഇനി എന്ത് ഇമ്പോർട്ടൻസും അതിൻ്റെ ഓപ്പറേഷൻസ് എന്ത് ചോദിച്ചു കഴിഞ്ഞാലും ഇത് എഴുതിയതിന് ശേഷം നിങ്ങൾ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ എന്താണ് ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റിൻ്റെ ഡെഫിനേഷൻ എന്ന് നോക്കാം. ഇല്ല, ഇടയ്ക്ക് പോസ് ചെയ്യണേ പറയണ്ടേ, വാതിലടക്ക് ഏസി ഇട്ടിരിക്കുന്നല്ലോ. എടുക്കാൻ പോവാണ് എന്തേ